ഹലോ. ഇന്ന് രാവിലെ ഒരു പുട്ടും പയറും കഴിക്കാൻ മോഹം തോന്നി. അപ്പോൾ വെളുപ്പിനെ തന്നെ ഞാൻ പയർ വെള്ളത്തിൽ ഇട്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അടപ്പത്ത് തന്നെ പയർ വെച്ച്, കുക്കറൊന്നും എടുത്തില്ല. പയറൊക്കെ ഞാൻ നന്നായിട്ട് താളിച്ചിട്ട് ആ അടപ്പത്ത് തന്നെ പുട്ടും കൂടി വേവിക്കാൻ വെച്ചു കേട്ടോ. വിറകടുപ്പിൽ വെക്കുമ്പോൾ ബുദ്ധിമുട്ടാണെന്ന് തോന്നും നമുക്ക്, പക്ഷേ തീയൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം ശടപടേന്നായി കിട്ടുവേ. പുട്ട് കുത്തിയ വഴി തന്നെ ചേട്ടന് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റിലാക്കി. പിന്നെ നമ്മുടെ പൊതിച്ചോറിന് വേണ്ടിയിട്ടുള്ള ചോറ് ഓൾമോസ്റ്റ് പകുതി തിളച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ പൊതിച്ചോറിൻ്റെ കറി എന്ന് പറയുന്നത് കോവയ്ക്ക തോരനായിരുന്നേ. കുറച്ച് കോവയ്ക്ക നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതായിരുന്നു. പിന്നെ ഞാൻ എരിശ്ശേരി വെച്ചു. പിന്നെയെന്ന് പറയാനായിട്ട് കുറച്ച് ആൾക്കാർക്കെങ്കിലും മീൻചാറ് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് മീൻചാറ് വെച്ചിട്ടുണ്ട് കേട്ടോ. പൊതിയാനുള്ള ചോറ് ഞാൻ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇന്നലെ നമുക്ക് തലേദിവസം തന്നെ കിളിമീൻ ഫ്രൈ ഉണ്ടാക്കി കൊടുക്കുമോയെന്ന് ചോദിച്ച് ഒരു കൂട്ടർ ഓർഡർ തന്നതുകൊണ്ട് കിളിമീനും കൂടി വാങ്ങിച്ചു കേട്ടോ. അതിൻ്റെ വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇന്നത്തെ സാമ്പാറിന് വേണ്ടിയിട്ടാണ് ഞാൻ വറുത്തരച്ചൊരു സാമ്പാർ വെക്കാനൊരു മോഹം തോന്നിയത് കൊണ്ട് മല്ലിയും മുളകും ജീരകവും ഒക്കെ കൂടി ഞാൻ വറുത്തരച്ചൊരു സാമ്പാർ വെച്ചു. പതിവിനേക്കാളും നന്നായിട്ടുണ്ടായിരുന്നേ. പിന്നെ വെള്ളരിക്കയിട്ട് കാച്ചിയ നല്ലൊരു മോരുകറിയായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ അടുക്കള വൈകുന്നേരത്തെ ഒരു പരിവാണേ. പിന്നെ ഒന്നും നോക്കിയില്ല, ശരപടാന്നങ്ങ് ക്ലീൻ ആക്കിയിട്ടോ. 2 ചന്ദനത്തിരിയാണ് കത്തിച്ച് വെച്ചിരിക്കുന്നത്. ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടേന്ന് ഓർത്തു. ഞങ്ങളുടെ പൊതിച്ചോറിൻ്റെ പേര് സ്നേഹപ്പൊതി എന്നാണേ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.